Okay, so ഇതാണ് നമ്മളുടെ given question ട്ടോ. Reduce the state diagram and draw the reduced state diagram and assign the states. അല്ലെങ്കിൽ state assign ചെയ്ത് കൊടുക്കുക, state assignment നടക്കണം എന്നുള്ളതാണ് question ഉദ്ദേശിക്കുന്നത്. So അപ്പോൾ ഇതാണ് നമ്മളുടെ given state diagram തന്നിരിക്കുന്നത്. സോ അപ്പം നമുക്ക് ഫസ്റ്റ് വരയ്ക്കേണ്ട സാധനം എന്താണ്? സ്റ്റേറ്റ് ടേബിൾ വരയ്ക്കണം. സ്റ്റേറ്റ് ടേബിൾ തന്നിട്ടുണ്ടോ? ഇല്ല. സ്റ്റേറ്റ് ടേബിൾ വരച്ചെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ടേബിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് വരയ്ക്കേണ്ട സാധനം എന്ന് പറയുന്നത് സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്ന ഐറ്റം ഈസ് ടു ഡ്രോ ദ സ്റ്റേറ്റ് ടേബിൾ. സ്റ്റേറ്റ് ടേബിൾ വരയ്ക്കാതെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല. സ്റ്റേറ്റ് ടേബിൾ നിങ്ങൾ തന്നെ വരച്ച് നോക്കിയേ ബുക്കിലോട്ട്. ഞാനിവിടെ എഴുതുന്നുണ്ട്. ഓക്കെ, തന്നെ ഒന്ന് ബുക്കിലോട്ട് വരച്ചേ. സ്റ്റേറ്റ് ഡയഗ്രാം നോക്കി സ്റ്റേറ്റ് ടേബിൾ വരയ്ക്കാനൊക്കെ അറിയാം. ജസ്റ്റ് അതിൻ്റെ ഒരു ഗ്രാഫിക് ഒരു നമ്മൾ ഈ വരച്ചിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ് ഡയഗ്രാമത്തിൻ്റെ ഒരു ടാബുലാർ റെപ്രസെൻറ്റേഷൻ മാത്രമാണ് സ്റ്റേറ്റ് ടേബിൾ. തന്നെ വരയ്ക്കണം. ഇവിടെ നോക്കാതെ തന്നെ വരയ്ക്കും. ഞാനിപ്പോൾ തൽക്കാലം സംസാരിക്കാതെ ഇങ്ങനെ എഴുതി വെക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടിയത് തന്നെയാണോ എന്നുള്ളത് നോക്കിയാൽ മതി. ഫോർമാറ്റിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. പ്രസന്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ്, ഇൻപുട്ട് എക്സ് ഇസ് ഇക്വൽ ടു ഇൻപുട്ട് ഇപ്പോൾ എക്സ് ആണെന്ന് വിചാരിക്കുക, ഔട്ട് ഇസഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഔട്ട് എക്സ് ഇസ് ഇക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ എക്സ് എന്തായിരിക്കും? എക്സ് ഇസ് ഇക്വൽ ടു 1 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ നേരത്തെ കഴിഞ്ഞ മൊഡ്യൂൾ ചെയ്ത സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. തന്നെ ഒന്ന് എഴുതി നോക്കണേ. ചുമ്മാ ഞാൻ എഴുതി വെക്കുന്നത് നോക്കി നോക്കി എഴുതാൻ നിൽക്കല്ല. പ്രോബ്ലം ചെയ്ത് പഠിക്കാൻ നമുക്കൊരു നിവൃത്തിയില്ല. പ്രോബ്ലമാറ്റിക് ആണ്. DVD പോലെ തന്നെ വായിച്ചു കഴിയുമ്പോഴും അല്ല കാണുമ്പോഴും വളരെ സിമ്പിളാണ് സംഭവം. പക്ഷെ ചെയ്ത് നോക്കാൻ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടില്ല. ഒരു ആരോ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റിന് നെക്സ്റ്റ് സ്റ്റേറ്റും എല്ലാം മാറി ഔട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ സാധനം മുഴുവൻ തെറ്റിപ്പോവും. കാണുമ്പോൾ എളുപ്പമാണ്, അല്ലെങ്കിൽ എളുപ്പമാണ്, ബുദ്ധിമുട്ടുണ്ടെന്നല്ല. പക്ഷെ ചെയ്ത് നോക്കാതെ നമുക്കത് കിട്ടാൻ പാടായിരിക്കും. ഇത് കിട്ടിയോ? എല്ലാവരും ചെയ്ത് നോക്കിയോ? കിട്ടിയോ ഇത്? ട്രീസ കിട്ടിയോ? ട്രീസ ട്രീസ കിട്ടിയോ? സ്റ്റേറ്റ് ടേബിൾ കിട്ടിയോ? ഇല്ലില്ല. പെട്ടെന്ന് വരച്ചോയെ. സോളമൻസ് ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന സ്റ്റേറ്റ് ടേബിൾ കിട്ടിയോ? സ്റ്റെപ്പ് 1ത്തെ കിട്ടി. ഓക്കെ,
സോ കിട്ടാത്തൊരു പയ്യെ ഒന്ന് നോക്കിയാൽ മതി, ഒത്തിരി സമയം കളയാനില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, സോ നമുക്കിനി റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ടേബിൾ എങ്ങനെ ഫോം ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, ചെറിയൊരു എക്സാമ്പിൾ നമ്മൾ തൊട്ട് മുമ്പത്തെ പേജ് എടുത്ത സമയത്ത് കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമുക്ക് സ്റ്റേറ്റ് ഇക്വലൻ്റ് ആണെന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് ഏറ്റവും താഴെ കിടക്കുന്ന സ്റ്റേറ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ താഴേന്ന് മുകളിലേക്ക് വേണം നമ്മൾ പെയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അല്ലേ. സോ അപ്പോൾ നമുക്ക് ഈ ഏറ്റവും ബോട്ടമിൽ കിടക്കുന്ന നമ്മളുടെ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റേറ്റ് ഇ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രൂപ്പ് ചെയ്ത് നോക്കാൻ പറ്റുന്നത് സ്റ്റേറ്റ് ഇയും ഡിയും ആണ്. അതിനുശേഷം സ്റ്റേറ്റ് ഇയും സിയും കൂടെ നോക്കാം. അതിനുശേഷം സ്റ്റേറ്റ് ബിയും ഇയും കൂടെ നോക്കാം. അതിനുശേഷം സ്റ്റേറ്റ് എയും ഇയും കൂടെ നോക്കാം അല്ലേ. സോ ഇത്രയും കമ്പാരിസൺ, 4 സെറ്റ് ഓഫ് കമ്പാരിസൺസ് ആണ് നമുക്ക് ഇയു ആയിട്ട് ചെയ്യാനുള്ളത്. അതിനുശേഷം ഡിയും സിയും, ഡിയും ബിയും, ഡിയു എയും, അതിനുശേഷം സിയും ബിയും, സിയു എയും, അതിനുശേഷം ബിയു എയും. ഇത്രയും പേഴ്സ് ആണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഓക്കെ, സോ ഇതിപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഏതാ നോക്കേണ്ടത്? ഞാൻ പറഞ്ഞായിരുന്നു ഇക്വലന്റ് സ്റ്റേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടും അതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേറ്റിൻ്റെയും വാല്യൂസ് എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ രണ്ട് സ്റ്റേറ്റ്സ് ഇക്വലന്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലേ. സോ അപ്പോൾ ആദ്യം നോക്കിക്കേ, 0 1 ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കാം അല്ലേ. ഇപ്പോൾ 0 1 ഇപ്പോൾ സിയും ഡിയും നോക്കുമ്പോൾ തന്നെ എനിക്കറിയാം ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 സോ ഇക്വലന്റ് ആണോ? അല്ല. ഇനിയിപ്പോൾ അടുത്തത് നോക്കാം, സിയും ഇതെന്തായാലും ഇക്വലന്റ് അല്ല എന്ന് കണ്ടുപിടിച്ചു. ഇനി ഇയും സിയും കൂടി ഉള്ളത് നോക്കാം. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കിയേ, നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 1 ആണ് അല്ലേ. സോ ഇയുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് 0 1 ആണ്, നമ്മളുടെ സിയുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 1 ആണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് ഓക്കെ ആയി. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം? സോറി, നെക്സ്റ്റ് സ്റ്റേറ്റ് അല്ല, ഔട്ട്പുട്ട് ഓക്കെ ആയി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് ഈക്വൽ ആണോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടുത്തെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്? സി ഡി. ഇയുടെ നെക്സ്റ്റ് സ്റ്റേറ്റും സി ഡി. therefore I can say that രണ്ടിൻ്റെയും both the states E and C have the same output and the same next stage അല്ലേ. അത് ഈ ഒരു ഫിഗറിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ? therefore ഇത് രണ്ടും പെയർ ആയി. C and E എന്ന് പറയുന്നത് can be called as equivalent pair. therefore I can say that state C എന്ന് പറയുന്നത് is equivalent to state E അല്ലേ. സിയും ഇയും ഡിയും കൂടി ഇക്വലന്റ് ആണോ? നോ, ഇയും ഡിയും വാസ് നോട്ട് ഇക്വലന്റ്. ഇയും സിയും പക്ഷെ ഇക്വലന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത പേര് നമുക്ക് നോക്കാം. ഏതാണ്? ഇയും ബിയും കൂടെ അല്ല നമുക്ക് നോക്കേണ്ടത്, ഇയും ബിയും കൂടെയാണ് നോക്കേണ്ടത്. അതിന്റെ ഔട്ട്പുട്ട് നോക്കിയാൽ മതി. ഔട്ട്പുട്ട് 0 0 ഇക്വലന്റ് ആവുമോ? ഇല്ല. ഇനി അടുത്ത് നോക്കേണ്ടത് ഏതാണ്? ഇയും എയും കൂടെ. ഇത് ഇക്വലന്റ് അല്ല. ഇനിയിപ്പോൾ അടുത്ത് ഇയും എയും കൂടെ നോക്കാം അല്ലേ. ഇയും എയും കൂടെ നോക്കുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എന്താണ്? 0 0. ഇയുടെ ഔട്ട്പുട്ട് എന്തായിരുന്നു? 0 1 അല്ലേ. therefore ഔട്ട്പുട്ട് നോക്കിയാൽ തന്നെ നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യം പോലും ഇല്ല. I can easily say that they are not equivalent അല്ലേ. therefore ഇയുടെ വേരിയസ്, ഇയും ബാക്കി സ്റ്റേറ്റ്സ് ആയിട്ടുള്ള പേഴ്സ് എല്ലാം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇയും ഡിയും വാസ് നോട്ട് ഇക്വലന്റ്. ഇ ആൻഡ് സി എന്ന് പറയുന്നത് വാസ് ദ only pair that was equivalent. ഇ ആൻഡ് ബി എന്ന് പറയുന്നത് വാസ് നോട്ട് ഇക്വലന്റ്. ഓൾസോ ഇ ആൻഡ് എ എന്ന് പറയുന്നതും വാസ് നോട്ട് ഇക്വലന്റ്. അപ്പോൾ ഒരൊറ്റ ഇക്വലന്റ് പേരിന് എനിക്ക് കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ബാക്കി പേഴ്സും കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഇയും ബാക്കി എല്ലാം കൂടി ആയിട്ടുള്ള കമ്പാരിസൺ ആണ് ഇപ്പം നമ്മുടെ കഴിഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയൊന്ന് വായിച്ചു കളയുന്നതാണ്, കാരണം ബാക്കി പാരമീറ്റർ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പൊ സിയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്തത്, അപ്പൊ സിയുടെ പരിപാടി കഴിഞ്ഞു അല്ലേ. സിയുടെ കേസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടതെന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മളുടെ സ്റ്റേറ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഡി ആണ് അല്ലെ. ഡിയും ഇയും കൂടെ ഓൾറെഡി നമ്മൾ ഈടെ ചെയ്ത സമയത്ത് നമ്മൾ ഓൾറെഡി ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് എപ്പോഴും ബോട്ടം അപ്പ് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പൊ ഈടെ ഇനിയിപ്പം താഴോട്ടുള്ളത് നമ്മൾ ഒരിക്കലും നോക്കണ്ട, മുകളിലോട്ട് വരുന്ന പേഴ്സ് മാത്രം നോക്കിയാൽ മതി. ആദ്യം നോക്കേണ്ട പേഴ്സ് ഏതൊക്കെയായിരിക്കും? സിയും ഡിയും കൂടെ തമ്മിൽ പെയർ നോക്കണം. അതിനുശേഷം ബിയും ഡിയും കൂടെയുള്ള പെയർ നോക്കണം. അതിനുശേഷം എയും ഡിയും കൂടെയുള്ള പെയർ നോക്കണം. ഈ 3 പെയർസ് ആണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഡിയും സിയും കൂടെ നോക്കാം. അപ്പൊ ഡിയുടെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്താണ്?
0 0 അല്ലേ? അതേപോലെ സീഡ് ഔട്ട് നമുക്ക് ആദ്യം നോക്കാം. സീഡ് ഔട്ട് എന്താണ്? 0 1. അപ്പോൾ സിയും ഡി എപ്പോഴെങ്കിലും ഇക്വലന്റ് ആകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? കാരണം എന്താണ്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈസ് ഡിഫറെന്റ് ഫോർ സ്റ്റേറ്റ് സി ആൻഡ് ഡി. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. ഡിയും അതേപോലെ തന്നെ ബിയും കൂടി ഉള്ളത് അല്ലേ? അപ്പോൾ ഡിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 0 ആണ്. നമ്മുടെ ബി എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഔട്ട്പുട്ട് 0 0 ആണ്. അപ്പോൾ അത് രണ്ടും ഓക്കെ ആണ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റേറ്റുകളും കൂടെ നോക്കണം അല്ലേ? അപ്പോൾ ഇവിടുത്തെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എയും ഡിയും, അതായത് when x is equal to 0 എയും when x is equal to 1 ഡിയും, ബി എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ x is equal to 0 വരുമ്പോൾ ഡിയും x is equal to 1 വരുമ്പോഴത്തേക്കും ഇയും അല്ലേ? ഇതാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്. ഇനിയിപ്പം എയും ഡിയും കൂടെയാണ് വന്നേക്കുന്നത് അല്ലേ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? എയും ഡിയും കൂടെയാണ്. സോ ഐ ക്യാൻ സേ ദാറ്റ് ഔട്ട്പുട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലേ? D can be state D can be equivalent to B is equivalent എന്നല്ല ഞാൻ പറഞ്ഞത്, can be എന്ന് പറഞ്ഞാൽ ആകാം, ആകാതിരിക്കാം. Okay, so if it has got two different conditions, എപ്പോഴൊക്കെ ആയിരിക്കും? if D is equivalent to E, ഇവിടെ എഴുതിയിരിക്കുന്ന D is equivalent to E and also D is equivalent to A അല്ലേ? x is equal to 0യുടെ കേസിൽ d is equivalent to a യും x is equal to 1 ന്റെ അണ്ടറിൽ എഴുതിയിരിക്കുന്ന നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്? d is equivalent to e എന്നുമാണ് എഴുതിയിരിക്കുന്നത്. therefore ഇത് രണ്ടും സാറ്റിസ്ഫൈ ആകുവാണെങ്കിൽ I can say that state d will be equivalent to b. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് and ആണ്. if d is equivalent to e and d is equivalent to a, ഏതെങ്കിലും ഒന്നല്ല, രണ്ടും ഇക്വലന്റ് ആണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റേറ്റ് സെയിം ആവുള്ളൂ അല്ലെ? ഏതെങ്കിലും ഇക്വലന്റ് ആയതുകൊണ്ട് കാര്യമുണ്ടോ? നെക്സ്റ്റ് സ്റ്റേറ്റ് x is equal to 0 വരുന്ന സമയത്തും x is equal to 1 വരുന്ന സമയത്തും നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സെയിം ആകണം. therefore d will be equal to b only if d is equal to e and d is equal to a. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്ത് നോക്കണ്ടേ? ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് സ്റ്റേറ്റ് ഡി നോക്കാം. സ്റ്റേറ്റ് ഡിയുടെ എന്താണ്? 0 0 അല്ലെ? സ്റ്റേറ്റ് ഡിയും സ്റ്റേറ്റ് ഇയും. സ്റ്റേറ്റ് ഇയുടെ എന്താണ്? 0 1. അപ്പോൾ therefore ഈ ഔട്ട്പുട്ട് മാത്രം നോക്കിയാൽ അതിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് ഞാൻ പോയി നോക്കേണ്ട ആവശ്യമുണ്ടോ? ഔട്ട്പുട്ട് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സ്റ്റേറ്റ് ഡിയും സ്റ്റേറ്റ് ഇയും ഇക്വലന്റ് അല്ല എന്നുള്ളത് അല്ലേ? അപ്പോൾ ഇതിവിടെ തന്നെ ഫോൾസ് ആയി പോയി. പിന്നെ ഇനി അടുത്ത സ്റ്റേറ്റ് ഒക്കെ ഇനി ഞാൻ നോക്കി ഇനി അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ടോ? സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഓൾറെഡി ഞാനിവിടെ ആൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? d is equal to e യും d is equal to a ആണെങ്കിൽ മാത്രമാണ് d will be equal to b. therefore I can easily say that d is not equal to b. okay, so അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ബാക്കിയും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ d is not equal to b എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി ഇപ്പോൾ അടുത്ത വേറെ നോക്കാം. okay, അപ്പോൾ നമ്മൾ d is not equal to b കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നോക്കേണ്ട പേഴ്സ് ഏതാണ്? d and a അല്ലേ? അപ്പോൾ ഡിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 0, എയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 0. therefore ഔട്ട്പുട്ട് രണ്ടിന്റെ സെയിം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി അത് സെയിം ആണോ, രണ്ട് സ്റ്റേറ്റ്സ് ഇക്വലന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ എന്താ നോക്കണ്ടേ? നെക്സ്റ്റ് സ്റ്റേറ്റും കൂടി ഈക്വൽ ആണോ നോക്കണം. ഇപ്പൊ ചെയ്ത പോലെ തന്നെ അത് സെയിം ആയിട്ടുള്ള സ്റ്റെപ്പ് തന്നെ ചെയ്യേണ്ടത്. സോ ഐ ക്യാൻ സേ ദാറ്റ് d is equivalent to a if d will be equivalent to a if എപ്പോഴൊക്കെയാണ്? x is equal to 0 വരുന്ന സമയത്ത് b is equal to a, state b എന്ന് പറയുന്നത് is equivalent to a and state c is equivalent to state c is equivalent to state d. ഔട്ട്പുട്ട് സെയിം ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലെ? അപ്പൊ പിന്നെ വേണ്ടിയത് എന്താണ്? നെക്സ്റ്റ് സ്റ്റേറ്റ് x is equal to 0 ആവുന്ന സമയത്ത് state b should be equal to state a and state c should be equal to state d അല്ലെ? അപ്പൊ അതിന് നമുക്ക് ശരിയാണോ എന്നുള്ളത് നോക്കണ്ടേ? ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നോക്കേണ്ടത് ഏതാണ്? സ്റ്റേറ്റ് b is equal to state a
അപ്പൊ സ്റ്റേറ്റ് ബി എന്ന് പറയുന്നത് ഏതാ? ഇത് സ്റ്റേറ്റ് ബി അല്ലെ. സ്റ്റേറ്റ് ബിയും സ്റ്റേറ്റ് എയും അല്ലെ, ഇത് രണ്ടുമാണ് സ്റ്റേറ്റ് ബിയും സ്റ്റേറ്റ് എയും. അപ്പൊ സ്റ്റേറ്റ് ബിയും സ്റ്റേറ്റ് എയും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിന്റെയും നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, അപ്പൊ അത് അത്രയുമായി. പിന്നെ നമുക്ക് നോക്കേണ്ടത് എന്താണ്? നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റിൽ എന്താ വന്നേക്കുന്നത്? സ്റ്റേറ്റ് ബി ഈസ് ഈക്വൽ ടു സ്റ്റേറ്റ് ഡി അല്ലെ. അപ്പൊ ബി ഈക്വലന്റ് ആകണമെന്നുണ്ടെങ്കിൽ വീണ്ടും കണ്ടീഷൻ വരിക. ഇഫ് ബി ഈസ് ഈക്വലന്റ് ടു ഡി ആൻഡ് വേറൊരു സാധനം കൂടെ വരണം, C is equivalent to E and C is equivalent to state E അല്ലെ. C is equivalent to state E ആണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന സാധനമാണ്. അപ്പൊ ഇത് ട്രൂ ആണ്. ഓക്കെ, ഇനി B is equal to D ആണോ എന്നും കൂടെ നോക്കണം. സോ സ്റ്റേറ്റ് ബിയും ഡിയും അല്ലെ, ബിയും ഡിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0 0 രണ്ടിന്റെ ഔട്ട് എന്ന് പറയുന്ന സാധനം സെയിം ആണ്. സ്റ്റേറ്റ് ബിയും ഡിയും തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ബിയും സ്റ്റേറ്റ് ഡിയും ഇത് കണ്ടോ, നോട്ട് ഇക്വലന്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ. നമ്മൾ തൊട്ട് മുമ്പത്തെ പേര് നമ്മൾ നോക്കിയ സമയത്ത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ച സാധനമാണ്. സ്റ്റേറ്റ് ബി എന്ന് പറയുന്നത് ഈസ് നോട്ട് ഈക്വൽ ടു സ്റ്റേറ്റ് ഡി. അപ്പം സി ഈസ് ഈക്വൽ ടു ഇ ഒക്കെയാണ്, പക്ഷെ ബി ഈസ് നോട്ട് ഈക്വൽ ടു ഡി അല്ലെ. ബി ഈസ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടീഷൻസിൽ രണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമാണ് ബി ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞത് അല്ലെ. therefore b is not equal to d ആയതുകൊണ്ട് തന്നെ b will not be equal to a. b will not be equal to a ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് കണ്ടീഷനകത്ത് ഒരു കണ്ടീഷൻ തെറ്റിപ്പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ d will not be equal to a എന്നല്ല എൻ്റെ അർത്ഥം. therefore I can easily say that the pairs d and a എന്ന് പറയുന്നത് are not equivalent. ക്ലിയർ ആണോ? അത്രയും ഡിയും എയും ആർ നോട്ട് ഇക്വലന്റ്. ഓക്കെ, അപ്പൊ അത്രയുമാണ് ഇപ്പൊ നിലവിൽ നമ്മൾ അത്രയും പേഴ്സിന്. അപ്പൊ ഈ റോയ്ക്കകത്ത് ഇപ്പൊ നിലവിൽ ഇക്വലന്റ് പേഴ്സ്, അപ്പൊ അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന റോ ഞാനിപ്പോ എടുത്ത സമയത്ത് എനിക്ക് ഇക്വലന്റ് പേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ഈ എടുത്ത സമയത്ത് ഇന്ന് മുകളിലേക്ക് പോയ സമയത്ത് എനിക്ക് ഈ നാൽക്കൂടെ ഒരു ഇക്വലന്റ് പെയർ കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷെ ഡിന്ന് ഞാൻ മുകളിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇക്വലന്റ് പെയർ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ആറോടെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ബാക്കി നിങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളുടെ ബുക്കിലോട്ട് എഴുതിയെടുത്തോണം. കാരണം ഇതിനൊരു ടെക്സ്റ്റ് വായിക്കുക എന്നല്ലാതെ ഈ എക്സ്പ്ലനേഷൻ മുഴുവൻ ടൈപ്പ് ചെയ്ത് തരിക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ടെക്സ്റ്റ് വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഗിവോണി എന്ന് പറയുന്ന ടെക്സ്റ്റിൻ്റെ അകത്ത് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾറെഡി ഞാൻ ലിങ്ക് അതിൻ്റെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ഇവിടെ കോളേജിൽ വരുന്ന സമയത്ത് ചോദിക്കുക. കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ബാക്കി ഒന്ന് ചെയ്ത് നോക്കിക്കോ. മനസ്സിലായവര്, അല്ലാത്തവർ ഇവിടെ കേട്ടോണ്ടിരുന്നോളൂ ബാക്കിയും കൂടെ. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞതിന് ശേഷം നിങ്ങൾ സമയമെടുത്ത് വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാതെ ഒരു നിവർത്തിയില്ല. ഓണേഴ്സിന് നമുക്ക് സി ഗ്രേഡ് വേണ്ടിയതാണ്, പി ഇട്ടിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് മാർക്ക് കൂടുതൽ വേണം. ഓക്കെ, സോ അപ്പൊ അത് കഴിഞ്ഞു. അയ്യോ, ഞാൻ മുഴുവൻ വായിച്ചു കളഞ്ഞു. കുഴപ്പമില്ല, നമ്മൾ കണ്ടുപിടിച്ച് ഇക്വലന്റ് പെയർ മാത്രം എഴുതി വെച്ചാൽ മതിയല്ലോ. നമ്മൾ കണ്ടുപിടിച്ച് ഇക്വലന്റ് പെയർ ഏതായിരുന്നു? സി വാസ് ഈക്വൽ ടു ഇ. ഇത് മാത്രമായിരുന്നു നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന ഇക്വലന്റ് പെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇയുടെ പരിപാടി കഴിഞ്ഞു, ഡിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ള പെയർ എന്ന് പറയുന്നത് ഡിയുടെ ഈ രണ്ട് റോസിന്റെ കമ്പാരിസൺസ്, ഓരോന്നായിട്ടുള്ള കമ്പാരിസൺസ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ട നെക്സ്റ്റ് റോ അടിയിൽ നിന്ന് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കണം അല്ലെ. സോ ഇയുടെ കഴിഞ്ഞു, ഡിയുടെ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട റോ എന്ന് പറയുന്നത് ഏതാണ്? റോ സി അല്ലെ. അപ്പൊ അത് ഏതൊക്കെയായിട്ട് നോക്കണ്ടേ? തൊട്ട് മുകളിലത്തെ റോ, അതായത് സിയും ബിയും കൂടെ ഉള്ളൊരു കമ്പാരിസൺ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ എയും സിയും കൂടെ ഉള്ളൊരു കമ്പാരിസണും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ട് ഉണ്ട് അല്ലേ. സോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് സിയും ബിയും കൂടെ ഒരു കമ്പാരിസൺ നോക്കാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഗ്രൂപ്പ് നോക്കാം. ഓക്കെ, സോ അപ്പോൾ സിയും ബിയും, സിയുടെ ഔട്ട്പുട്ട് എന്താണ്? 0 1. പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, മുകളിലോട്ട് നോക്കുമെന്ന് എനിക്ക് മനസ്സിലായി. സി ബാക്കി രണ്ടിന്റെ ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? 0 0 ആണ് അല്ലേ. therefore I can easily say that C എന്ന് പറയുന്നത് is not equivalent to B as well as C is not equivalent to A അല്ലേ.
അപ്പോൾ അതിൻ്റെ നമ്മുടെ ഈ സി എന്ന് പറയുന്ന റോയുടെ മുകളിലായിട്ടുള്ള അല്ലെങ്കിൽ മുകളിൽ കിടക്കുന്ന റോകളുമായിട്ടുള്ള ഈക്വലന്റ് സ്റ്റേറ്റ്സ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് കളഞ്ഞു. ഈക്വലന്റ് സ്റ്റേറ്റ്സ് ഒന്നും പോസിബിൾ അല്ല. ഇനിയിപ്പോൾ ലാസ്റ്റ് പെയറിലേക്ക് പോവാണ് ദ റോ ബി. അപ്പോൾ ബിയും എയും കൂടെയാണ് ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഔട്ട് നോക്കിയേ 0 0 0 0. ഓക്കെ, സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും 0 0 ആണ്. ഓക്കെ, അപ്പോൾ 0 0 ആണെങ്കിൽ ഇനി എന്തും കൂടെ നോക്കിയാൽ മതി, നെക്സ്റ്റ് സ്റ്റേറ്റും കൂടി ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം സ്റ്റേറ്റ് എ ക്യാൻ ബി എന്നാണ് ഞാൻ പറഞ്ഞത്, വിൽ ബി എന്നല്ല പറഞ്ഞത്. ക്യാൻ ബി ഈക്വലന്റ് ടു ബി if എപ്പോഴൊക്കെ ആയിരിക്കും രണ്ട് കണ്ടീഷൻസ് ആണ് വരിക. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്, if b is equivalent to d and c സ്റ്റേറ്റ് c is equivalent to e. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആൻഡ് രണ്ടും സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ മാത്രമായിരിക്കും എന്ത് സംഭവിക്കുക, സ്റ്റേറ്റ് എ എന്ന് പറയുന്നത് വിൽ ബി ഈക്വലന്റ് ടു സ്റ്റേറ്റ് ബി. അപ്പോൾ അത് നമുക്ക് ബിയും ഡിയും കൂടെ ഈക്വൽ ആണെന്ന് നോക്കാം. അപ്പോൾ ബിയുടെ ഔട്ട്പുട്ട് എന്താണ് 0 0, ഡിയുടെ ഔട്ട്പുട്ട് എന്താണ് 0 0. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് സെയിം ആണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഡി ഇയും എ ഡിയും കൂടെയാണ്. അപ്പോൾ ബി വിൽ ബി ഈക്വൽ ടു ഡി ഇഫ് എപ്പോഴായിരിക്കും ഡി ഈസ് ഈക്വലന്റ് ടു എ, if d is equivalent to a and e is equivalent to d. അല്ലേ, d is equivalent to a as well as e is equivalent to d ആണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും b will be equal to d. അല്ലേ, അപ്പോൾ d is equivalent to a നോക്കാം. അപ്പോൾ d എന്ന് പറയുന്നത് 0 0, a എന്ന് പറയുന്നതും 0 0. അല്ലേ, അപ്പോൾ ഇതും 0 0, ഇവിടെ 0 0, അത് ഓക്കെയാണ്. പക്ഷെ ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കാം. ബിയും എയും സിയും ഡിയും. ഓക്കെ, ഇതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇക്വലന്റ് അല്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്സ് നിങ്ങൾ സൈഡിലൊന്ന് എഴുതി വെക്കുവാണെങ്കിൽ അവിടുന്ന് നേരെ നോക്കി ക്യാൻസൽ ചെയ്യുന്നതാട്ടോ കുറച്ചുകൂടി എളുപ്പം. ഞാനിപ്പോൾ എഴുതി വെക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇരുന്ന് മുഴുവൻ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ഇക്വലന്റ് അല്ല എന്ന് കണ്ടുപിടിച്ച സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, അതായത് ഇപ്പം ഇയുടെയും ഡിയുടെയും കൂടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ എന്ന് പറയുന്നത് ഈസ് നോട്ട് ഈക്വലന്റ് ടു ഡി എന്ന് പറഞ്ഞായിരുന്നു. ഇ വാസ് ഈക്വലന്റ് ടു സി എലോൺ. ഇ എന്ന് പറയുന്നത് ഈസ് നോട്ട് equivalent to ഇയും സി ഈക്വലന്റ് ആണ്. ഇ വാസ് നോട്ട് ഈക്വലന്റ് ടു ബി. അതേപോലെ തന്നെ ഇ എന്ന് പറയുന്നത് ഈസ് നോട്ട് ഈക്വലന്റ് ടു എ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. സിമിലർലി ഡി എന്ന് പറയുന്നത് വാസ് നോട്ട് ഈക്വലന്റ് ടു സി, ഡി ഈസ് നോട്ട് ഈക്വലന്റ് ടു ബി നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അതേപോലെ തന്നെ ഡി എന്ന് പറയുന്നത് ഈസ് നോട്ട് ഈക്വലന്റ് ടു എ, ഇത് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം സിയുടെ കേസ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. സി വാസ് നോട്ട് ഈക്വലന്റ് ടു ബി, സി വാസ് നോട്ട് ഈക്വലന്റ് ടു എ, ഇത്ര നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ. അതിനുശേഷം ഇപ്പോൾ ബിയും എയും കൂടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പി ഈക്വലന്റ് നോട്ട് ഈക്വലന്റ് നമ്മൾ കണ്ടുപിടിച്ച സാധനങ്ങൾ എവിടെയെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി ആ സാധനം ക്യാൻസൽ ആയി പോകും. ബി ഈസ് നോട്ട് ഈക്വലന്റ് ടു ഡി. ഇനിയിപ്പോൾ മുകളിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ബി ഈസ് നോട്ട് ഈക്വലന്റ് ടു ഡി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച, അത് ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എ നോട്ട് ഈക്വലന്റ് ടു ബി ആണ് കേട്ടോ. ഇതായിരിക്കും കേട്ടോ എളുപ്പം കേട്ടോ. ഞാനത് ആദ്യം എഴുതി വെക്കാൻ വിട്ടുപോയതാണ്. ഈ സംഭവം നിങ്ങൾ ആദ്യമേ തന്നെ നോട്ട് ഇക്വലന്റ് സ്റ്റേറ്റ് മാത്രമേ ഞാനിവിടെ എഴുതി പോയുള്ളൂ. നോട്ട് ഇക്വലന്റ് സ്റ്റേറ്റ് സൈഡിലോട്ടൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇരുന്നുകൊണ്ട് കമ്പയർ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. നേരെ നോട്ട് ഇക്വലന്റ് സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ നിന്ന് നേരെ ഈ ഇക്വലന്റ് സ്റ്റേറ്റും എല്ലാം അവിടെ നോട്ട് ഇക്വലന്റ് നമ്മൾ കണ്ടുപിടിച്ച സാധനങ്ങൾ എവിടെയെങ്കിലും ഈ കേസസിൽ വരുന്നുണ്ടെങ്കിൽ നേരെ എടുത്തിട്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡി വാസ് നോട്ട് ഈക്വലന്റ് ടു ബി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. സോ അതാ ഞാനിവിടെ നേരെ എടുത്തിട്ട് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ സൈഡിലത്തെ സാധനം വീണ്ടും എഴുതി സമയം കളയണമെന്നില്ല. ഇതായിരിക്കും ഈസിയർ കേട്ടോ. ഞാൻ നേരത്തെ എഴുതാൻ വിട്ടുപോയത് ഞാൻ പിന്നെ വീണ്ടും കഥ മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എ ഈസ് നോട്ട് ഈക്വലന്റ് ടു ബി അല്ലേ. ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഓക്കെ, സോ അപ്പോൾ ഈ കിടക്കുന്നതിൻ്റെ അകത്ത് നമുക്ക് ഒരു സാധനം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതാണ്, എ നോട്ട് ഈക്വലന്റ് ടു ബി. ഇത്ര സാധനമാണ് നമ്മുടെ നോട്ട് ഈക്വലന്റ്. നമുക്ക് ഈക്വലന്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒറ്റ സാധനമേ ഉള്ളൂ, സി ഈസ് ഈക്വലന്റ് ടു ഇ.
ഓക്കെ. അപ്പോൾ സോ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ റെഡ്യൂസ് സ്റ്റേറ്റ് ടേബിൾ എഴുതണ്ടേ. അപ്പം ഇക്വലന്റ് ഏതൊക്കെയാണ്, നോട്ട് ഇക്വലന്റ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. ഇക്വലന്റ് ആയിട്ടുള്ള ഒരേ ഒരു സ്റ്റേറ്റേ കിട്ടിയിട്ടുള്ളൂ, സി ഈസ് ഇക്വലന്റ് ടു ഇ. സിയും ഇയും ഇക്വലന്റ് ആണ്. therefore നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇ എന്ന് പറയുന്ന എൻറ്റയർ റോനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ. സോ അത് ഇനി നമ്മൾ ഇവിടെ എഴുതേണ്ട ആവശ്യം ഇല്ല. സോ അപ്പോൾ നമുക്ക് മിച്ചമുള്ള സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് പ്രസന്റ് സ്റ്റേറ്റ് കിടക്കുന്നത്, എ, ബി, സി, ഡി, എ ബി സി ഡി. ഓക്കെ. അപ്പോൾ എയുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ബി സി. അത് വീണ്ടും നമുക്ക് ഇവിടെ അങ്ങനെ തന്നെ എഴുതാം. അതിന്റെ ഔട്ട് എന്ന് പറയുന്നത് 0 0. ബിയുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡി ഇ. അതിന്റെ ഔട്ട് എന്ന് പറയുന്നത് 0 0. സിയുടെ ഔട്ട്, അയ്യോ ഈ എഴുതരുത് കേട്ടോ, ഈ എഴുതല്ലേ. ഈ വരുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എന്തിട്ട് റീപ്ലേസ് ചെയ്യണം, ഇ ഈസ് ഫൗണ്ട് ഇക്വലന്റ് ടു സി. അപ്പൊ ഈ വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഒന്ന് സി ആക്കാൻ ഓർത്താൽ മതി. അത് വേണേൽ ആദ്യം എഴുതി വെച്ചാലും കുഴപ്പമില്ല, തെറ്റിപ്പോവാതിരിക്കാൻ. ഓക്കെ. ഇവിടെ ഇപ്പൊ ഈ ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇക്ക് പകരം സി, ഇനെ പകരം സി വെച്ചാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മുകളിൽ സി, നമ്മൾ ഈ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ എടുത്ത് സ്റ്റേറ്റ് ഡയഗ്രത്തിൽ നിന്ന് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് എഴുതി കാണിക്കാൻ പറ്റുമോ, ഇല്ല. അതുകൊണ്ടാണ് ഇക്ക് പകരം സി ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. അപ്പൊ സിയുടെ എന്ന് പറയുന്നത് സിയും ഡിയും ആണ് നെക്സ്റ്റ് സ്റ്റേറ്റ് വരുന്നത്. അതിന്റെ ഔട്ട് എന്ന് പറയുന്നത് 0 1. ഡിയുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എയും ഡിയും, അതിന്റെ ഔട്ട് എന്ന് പറയുന്നത് 0 0. സോ ദിസ് ഈസ് ദ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ടേബിൾ. അപ്പൊ ഇതിന്റെ സ്റ്റേറ്റ് ഡയഗ്രാം തന്നെ വരച്ചേ, സ്റ്റേറ്റ് ഡയഗ്രാം തന്നെ വരച്ച് നോക്കിയ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ടേബിൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് സ്റ്റേറ്റ് ഡയഗ്രാം തന്നെ വരച്ചേ. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ഞാൻ പറയാം. അതാണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്, റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ഡയഗ്രാം. അതൊന്നും തന്നെ വരയ്ക്കാം. 2 മിനിറ്റ്. സ്റ്റേറ്റ് ടേബിളിൽ നിന്ന് സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കാൻ അറിയാം. അതേപോലെ സ്റ്റേറ്റ് ഡയഗ്രത്തിൽ നിന്ന് നോക്കി സ്റ്റേറ്റ് ടേബിൾ എഴുതാം. കാരണം നമുക്കറിയാം ജസ്റ്റ് ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ് സ്റ്റേറ്റ് ഡയഗ്രം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ടാബുലാർ ഫോമുലർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ടേബിൾ. അപ്പോൾ സ്റ്റേറ്റ് ടേബിളിൽ നിന്ന് സ്റ്റേറ്റ് ഡയഗ്രം ഒന്ന് പെട്ടെന്ന് വരച്ച റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ഡയഗ്രം. വരച്ചു കഴിഞ്ഞോ?
വരച്ചു കഴിഞ്ഞോ? എഡ്വിൻ വരച്ചു കഴിഞ്ഞോ? എഡ്വിൻ ആൻഡ്രിയ വരച്ചു കഴിഞ്ഞോ? റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ഡയഗ്രം വരച്ചു കഴിഞ്ഞോ? ഓക്കെ, പെട്ടെന്ന് വരച്ചെടുക്കാം. നിങ്ങൾക്ക് കിട്ടിയത് തന്നെയല്ലേ നോക്കുക. സ്റ്റെപ്പ് 2 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സ്റ്റെപ്പ് 3ലേക്ക് പോവാണ്. ഇ എന്ന് പറയുന്ന സ്റ്റേറ്റ് പോയി, ബാക്കി മിച്ചമുള്ള സാധനങ്ങളെല്ലാം സ്റ്റേറ്റ് ടേബിൾ നോക്കി എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ എയിലിരിക്കുന്ന സമയത്ത് x is equal to 0 വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാണ് നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രത്തിൽ കിടക്കുന്നത്? സ്റ്റേറ്റ് ബി. അതിന്റെ ഔട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 0. സോ 0 bar 0. ദെൻ എയിലിരിക്കുന്ന സമയത്ത് 1 വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സി ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഔട്ട് എന്ന് പറയുന്നത് 0 ആണ്. ദെൻ ബി എന്ന് പറയുന്ന സ്റ്റേറ്റിലിരിക്കുന്ന സമയത്ത് x is equal to 0 വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡി ആണ്. ഔട്ട് ഈസ് 0. ദെൻ ബിയിലിരിക്കുന്ന സ്റ്റേറ്റ്, ബിയിലിരിക്കുന്ന സമയത്ത് 1 എന്ന് പറയുന്നത് ഇന്നാണ് വരുന്നതെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വിൽ ബി സി ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 0. ദെൻ സിയിലിരിക്കുന്ന സമയത്ത് 0 തന്നെയാണ് ഇൻ വരുന്നതെങ്കിൽ വിൽ റിമെയിൻ ഇൻ ദ സെയിം സ്റ്റേറ്റ് വിത്ത് ഔട്ട്പുട്ട് 0. ദെൻ സിയിലിരിക്കുന്ന സമയത്ത് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 ആണ് വരുന്നതെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വിൽ ബി ഡി വിത്ത് ഔട്ട്പുട്ട് 1. ദെൻ ഡിയിലിരിക്കുന്ന സമയത്ത് 0 ആണ് വരുന്നതെങ്കിൽ the next state എന്ന് പറയുന്നത് will be a with output 0. ഡിയിലിരിക്കുന്ന സമയത്ത് 1 ആണ് വരുന്നതെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് will be the same state with output 0. അല്ലേ? ഇതെല്ലാം കിട്ടിയേക്കുന്ന വരച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്റ്റേറ്റ് ടേബിൾ നോക്കി ആ ഡയഗ്രമാറ്റിക് ഫോർമുല ജസ്റ്റ് വരയ്ക്കുക എന്നുള്ള വലിയ അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. ഇപ്പൊ നേരത്തെ വരച്ച് കിട്ടാത്തവർക്ക് ഈ ഒരു ഡയഗ്രാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പെട്ടെന്നാണ് പറഞ്ഞത്, കാരണം ഇത് നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. ഓക്കെ, സോ ഇപ്പൊ അത്രയും കഴിഞ്ഞു. സോ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞു. നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഡ്രോ ദ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ഡയഗ്രാം ആൻഡ് അസൈൻ സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിൾ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് അസൈൻമെന്റും കൂടെ കൊടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ഈ സ്റ്റേറ്റ് ഡയഗ്രാം നോക്കി വരയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ സ്റ്റേറ്റ് റെഡ്യൂസ് സ്റ്റേറ്റ് ടേബിൾ കഴിഞ്ഞിട്ട് ഇത് സൈഡിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്. എ ബി സി ഡി, ടോട്ടൽ 4 നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ 4 ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ബിറ്റ്സ് വേണം അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട്? 2 ബിറ്റ്സ് അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് 0 0 0 1 1 0 1 1 വെച്ച് കൊടുത്താൽ മതി. ഒന്നെങ്കിൽ സ്റ്റേറ്റ് ടേബിൾ നോക്കി എഴുതാം, ഏതാണ് നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ഏതാണെന്ന് വെച്ചാൽ ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് വെച്ച് ചെയ്യാം. സോ ദാറ്റ് വിൽ ബി ദ സ്റ്റെപ്പ് 4. ഓക്കെ, സോ അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇതിപ്പോൾ ഒരു 14 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇംപ്ലിമെന്റ്, റെഡ്യൂസ് ആൻഡ് ഇംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിൾ ഇപ്പോൾ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനുശേഷം എന്ത് ചെയ്താൽ മതി? കെ മാപ്പ് വരയ്ക്കുക, കെ മാപ്പ് വരച്ച് ഇക്വേഷൻ എടുക്കും, ഇക്വേഷൻ വെച്ച് കഴിഞ്ഞ് ഇംപ്ലിമെന്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചിരിക്കുന്നതിന്റെ കണ്ടിന്യൂവേഷൻ സ്റ്റെപ്സ് തന്നെയാട്ടോ വരിക. അത് ഓർത്തോണം, അത് മറന്നു പോകരുത്. കാരണം ഈ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമേ ഡിഫറെന്റ് ആയിട്ടുള്ളൂ. ആദ്യത്തെ ഒന്നല്ലേ കൂടി പോയ 2 സ്റ്റെപ്പ്, ബാക്കി എല്ലാം സെയിം പ്രോസസ്സ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ബാക്കി സ്റ്റെപ്സ് പിന്നെ ഞാൻ എഴുതിക്കുന്നില്ല, നിങ്ങളത് ഓർത്തോണം, മറന്നു പോകരുത്. ഓക്കെ, സോ അപ്പോൾ സ്റ്റേറ്റ് അസൈൻമെന്റ് നമുക്ക് 4 നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. സോ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് റിക്വയർഡ് ആയിട്ട് വരുന്നത് 2 ആണ്. സോ എ ബി സി ഡി 0 0 0 0 1 1 0 1 1. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിളും കൂടെ വരയ്ക്കാം. സോ പ്രസന്റ് സ്റ്റേറ്റ് എഴുതണം. നെക്സ്റ്റ് സ്റ്റേറ്റ് when x is equal to 0 and x is equal to 1 വരുന്ന സമയത്ത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടും കൂടെ എഴുതണം. x is equal to 0 വന്നു കഴിഞ്ഞാൽ x is equal to 1 വന്നു കഴിഞ്ഞാൽ. ഓക്കെ, സോ പ്രസന്റ് സ്റ്റേറ്റിൽ നമുക്ക് ആദ്യത്തെ എക്ക് എന്ത് കൊടുക്കണം? 0 0. ബിക്ക് എന്ത് കൊടുക്കണം? 0 1. സിക്ക് എന്ത് കൊടുക്കണം? 1 0. 1 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
ഡിക്ക് എന്ത് കൊടുക്കണം 1 1. സോ x is equal to 0 വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് ബി വിച്ച് ഇസ് 0 1. ഒന്നെങ്കിൽ നേരത്തെ ആ സ്റ്റെപ്പ് 2 നോക്കിയാണ് ഇത് എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ. ഈ ഡയഗ്രം തന്നെ നോക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ തന്നെ ഒന്ന് എഴുതിക്കേ. സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിൾ നമ്മൾ ഓൾറെഡി എഴുതി പഠിച്ചിരിക്കുന്നതാണ്, നിങ്ങൾക്ക് എഴുതാൻ അറിയാവുന്നതാണ്. സ്റ്റേറ്റ് അസൈൻമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓരോ സ്റ്റേറ്റിനും ആ വാല്യൂസ് അങ്ങ് ഇട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒന്നെങ്കിൽ ഡയഗ്രം നോക്കി എഴുതുക, അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് 2-ന്റെ അകത്ത് നമ്മുടെ സ്റ്റേറ്റ് ടേബിൾ നോക്കി എഴുതുക. അപ്പോൾ ഞാൻ ജസ്റ്റ് സംശയമുള്ളവർ ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് അവിടെ എഴുതി ഫില്ല് ചെയ്യുന്നതിനുള്ള തന്നെ എഴുതി നോക്കിയാൽ തന്നെ എഴുതി നോക്കാതെ നമുക്കിത് പഠിക്കാൻ പറ്റില്ല. ഈ വീഡിയോ പോലെ തന്നെയാണ്. കിട്ടിയോ? നിഖിൽ കിട്ടിയോ? നിഖിൽ കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ അല്ലേ? അല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ആരും മൈക്ക് അൺമ്യൂട്ട് ചെയ്യുന്നില്ല, ചോദിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നുള്ള അസംഷനിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക, ഒരു കുഴപ്പമില്ല. ആരും ഒന്നും ചോദിക്കുന്നില്ല. എന്നാ പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the reduced state table. Find the reduced state table. ഇത് തന്നെ വേണമെന്നുണ്ട്, reduced state diagram എന്ത് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ്റെ അകത്ത് സ്റ്റേറ്റ് ഡയഗ്രാം ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് ഡയഗ്രത്തിൽ നിന്ന് സ്റ്റേറ്റ് ടേബിൾ നമ്മൾ തന്നെ എഴുതി, നമ്മൾ തന്നെ അത് റെഡ്യൂസ് ചെയ്ത് അതിൻ്റെ റെഡ്യൂസ് സ്റ്റേറ്റ് ഡയഗ്രാം സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ചുമ്മാ ജസ്റ്റ് 3 മാർക്കിനൊക്കെ ഇത് വേണമെങ്കിൽ ചോദിക്കാം. സ്റ്റേറ്റ് ടേബിൾ തന്നിട്ട് അതിൻ്റെ റെഡ്യൂസ്ഡ് ഫോം എഴുതാനായിട്ടൊക്കെ ചോദിക്കാം, എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പം മാർക്ക് മാറുന്നതിനനുസരിച്ച് സ്റ്റെപ്പ് ഒന്നും മാറുന്നൊന്നുമില്ല, പല ഫോമിൽ തരുന്നു എന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ആട്ടോ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് റിഡ്യൂസ് ചെയ്യേണ്ട സ്റ്റേറ്റ് ടേബിൾ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു സ്റ്റേറ്റ് ടേബിൾ തന്നിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ് സ്റ്റേറ്റ് ടേബിൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ കൺസെപ്റ്റ് മനസ്സിലായവർക്ക് തന്നെ ചെയ്ത് നോക്കാം. ഞാൻ ഈ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. മറ്റേ സ്റ്റേറ്റ് ഡയഗ്രത്തിന് സ്റ്റേറ്റ് ടേബിൾ എഴുതി എന്നൊരൊറ്റ വ്യത്യാസമുള്ളൂ, സെയിം പ്രോസസ്സാണ്. മനസ്സിലായത് തന്നെ ചെയ്തോളുക. ഇനിയും സംശയമുണ്ട് എന്നുള്ളതിൽ ഞാൻ ഈ പറയുന്ന ഒന്നും കൂടെ കേൾക്കുക. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്റ്റേറ്റ് ഇക്വലന്റ് സ്റ്റേറ്റ്സ് ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ഇക്വലന്റ് സ്റ്റേറ്റ്സ് ആണ് എന്ന് നമുക്ക് പറയാനുള്ള 2 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അല്ലെങ്കിൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയെങ്കിൽ മാത്രമായിരിക്കും 2 സ്റ്റേറ്റ്സ് നമുക്ക് ഇക്വലന്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ദാറ്റ് ഈസ് ബൈ കൺസിഡറിങ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ദ ഔട്ട്പുട്ട്. ആദ്യം ഔട്ട്പുട്ട് നോക്കുക, ഔട്ട്പുട്ട് ഈക്വൽ ആണെങ്കിൽ മാത്രം നെക്സ്റ്റ് സ്റ്റേറ്റ് പോയി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ബോട്ടം അപ്പ് ആണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് എഫ് ആണ്.
ഓക്കെ, അപ്പൊ ആദ്യം എഫും ഇയും കൂടെ നോക്കുക, അതിനുശേഷം എഫും ഡിയും കൂടെ നോക്കുക, അതിനുശേഷം എഫും സിയും കൂടെ നോക്കുക, അതിനുശേഷം എഫും ബിയും കൂടെ നോക്കുക, അതിനുശേഷം എഫും എയും കൂടെ നോക്കുക. ഓക്കെ, ഇത്ര സാധനങ്ങളാണ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. അപ്പൊ ആദ്യം നമുക്ക് എഫ് ഇയും കൂടെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് നോക്കി നോക്കാം അല്ലെ. സോ സ്റ്റേറ്റ് എഫിന്റെ ഔട്ട് എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ ഇവിടെ 10 ആണോ? അല്ല, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒറ്റയടിക്ക് എനിക്ക് മനസ്സിലാവും ഇതൊന്നും ഒരിക്കലും ഇക്വലന്റ് ആവാൻ പോകുന്നില്ല എന്നുള്ളത് അല്ലെ. ഇനി 10 വരുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ അല്ലെ, ഏതാണ്? സ്റ്റേറ്റ് എ. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് എയില് 10 ആണ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഇക്വലന്റ് അല്ല നമ്മൾ കണ്ടുപിടിച്ചു, കാരണം ഇതിന്റെ ഒന്നിന്റെ ഔട്ട്പുട്ട് സെയിം അല്ല. ഓക്കെ, നേരെ ഞാൻ അങ്ങനെ ഒറ്റയടിക്ക് തന്നെ സ്റ്റേറ്റ് എയിലെത്തി. അപ്പൊ സ്റ്റേറ്റ് എ ക്യാൻ ബി ഇക്വലന്റ് ടു, അപ്പൊ നോട്ട് ഇക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സും കൂടെ ഞാൻ ഇവിടെ നിന്ന് എഴുതി വെക്കുവാണ്, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പമേ. സോ നോട്ട് ഇക്വലന്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ഇ എന്ന് പറയുന്നത് ഇസ് നോട്ട് ഇക്വലന്റ് ടു സ്റ്റേറ്റ് എഫ്. അതേപോലെ തന്നെ സ്റ്റേറ്റ് എഫ് എന്ന് പറയുന്നത് is not equivalent to state D. F എന്ന് പറയുന്നത് is not equivalent to C. F എന്ന് പറയുന്നത് is not equivalent to B. ഇത്ര സാധനം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലേ. ഞാനിപ്പോൾ ഈ ക്രോസ് ഇട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഇവിടെ നോട്ട് ഇക്വലന്റ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ള എഴുതി വെച്ചാൽ കുറച്ച് ഈസി ആയതുകൊണ്ട് അത് ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിന് അവസാനം പറഞ്ഞ സൈഡിൽ അങ്ങ് എഴുതി പോകുന്നതായിരിക്കും ഈസിയർ കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ് എഫും സ്റ്റേറ്റ് എയും കൂടെ നമ്മൾ നോക്കണം. സോ സ്റ്റേറ്റ് എ ഇസ് ഈക്വൽ ടു എഫ് ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാം. സോ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് രണ്ടിനും സെയിം ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇവിടുത്തെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്? ബി സി. ഇവിടുത്തെ നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാ? ബി സി തന്നെ അല്ലേ. ദെയർഫോർ രണ്ടിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് ഈക്വൽ അല്ലേ. ഇവിടെയും ബി ആണ്, ഇവിടെയും ബി ആണ്, ഇവിടെ സി ആണ്, ഇവിടെ സി ആണ്. രണ്ടിന്റെ ഔട്ട്പുട്ട് 10 10. ദെയർഫോർ ഇക്വലന്റ് സ്റ്റേറ്റ് ആയിട്ട് എനിക്ക് ഒറ്റയടിക്ക് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റേറ്റ് എഫ് എന്ന് പറയുന്നത് ഈസ് ഇക്വലന്റ് ടു സ്റ്റേറ്റ് എ. സോ അപ്പൊ എന്റെ ആദ്യത്തെ ഇക്വലന്റ് സ്റ്റേറ്റ് കിട്ടി. ഇനി നമുക്ക് ഇതേപോലെ അടുത്തത് എഫിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. എഫിന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന സ്റ്റേറ്റ് എടുത്ത് നോക്കാം. നിങ്ങൾ ചെയ്തു തുടങ്ങി കേട്ടോ, മനസ്സിലായവരൊക്കെ ചെയ്തു പൊക്കോളുക. ഞാൻ എഴുതിയിടുന്ന് നോക്കണ്ട, ഞാൻ ഈ എഴുതിയൊക്കെ മായിച്ചാണല്ലോ വരുന്നത്. ഓക്കെ, ഇപ്പൊ സ്റ്റേറ്റ് എഫിന്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ സ്റ്റേറ്റ് ഇയിലേക്ക് നോക്കുവാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഏതാണ്? സ്റ്റേറ്റ് ഡി ഇസ് ഇക്വലന്റ് ടു ഇ ആണോ നോക്കണം, അതിനുശേഷം സി ഇസ് ഇക്വലന്റ് ടു ഇ ആണോ നോക്കണം, ബി ടു ഇ നോക്കണം, അതേപോലെ തന്നെ എ ടു ഇ നോക്കണം. ഇത്ര സാധനമാണ് നോക്കാനായിട്ടുള്ളത്. അപ്പൊ ഡിയും ഇ ഒന്നും പിന്നെ അത് വരാൻ സാധ്യതയില്ല, കാരണം എഫ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റേറ്റ് ഇവിടുത്തെ ഔട്ട്പുട്ട് നോക്കി വെക്കാം അല്ലെ. ഇവിടുത്തെ സ്റ്റേറ്റ് ഇയുടെ ഔട്ട് എന്ന് പറയുന്നത് 00 ആണ്. അപ്പൊ ഇതെന്തായാലും വരാൻ പോകുന്നില്ല, ഇത് വരാൻ പോകുന്നില്ല, 10 വരാൻ പോകുന്നില്ല. പിന്നെ വരാൻ സാധ്യത ഉള്ളത് ഏത് മാത്രമാണ്? സ്റ്റേറ്റ് ഇയും സ്റ്റേറ്റ് ബിയുടെ മാത്രമാണ്. രണ്ടിന്റെ ഔട്ട്പുട്ട് 0 ആണ്. ഓക്കെ, സോ അപ്പൊ ഇവിടെ നോക്കിയേ, വീണ്ടും കണ്ടീഷൻസ് വന്നു അല്ലെ. അപ്പൊ therefore I can say that state E എന്ന് പറയുന്നത് will be equivalent to state B if അതിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ്സ് ഈക്വൽ ആണെങ്കിൽ. നെക്സ്റ്റ് സ്റ്റേറ്റ് ഇവിടെ കിടക്കുന്നത് എന്താ? എഫും എയും. if f is equivalent to a as well as d is equivalent to d നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. d എന്ന് പറഞ്ഞാൽ d തന്നെയാണല്ലോ, അത് നമ്മുടെ ഓൾറെഡി നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആട്ടോ, അതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. മനസ്സിലാവും, നോക്കിയാൽ തന്നെ അറിയാവുന്ന കാര്യമില്ല, d is equal to d ആണ്. അപ്പൊ എന്താ മാത്രം ആയാൽ മതി, ഇത് നോക്കേണ്ട ആവശ്യമില്ല. f is equivalent to a മാത്രം നോക്കിയാൽ മതി അല്ലെ. അപ്പൊ f is equivalent to a ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കേട്ടോ, f is equal to a നമ്മൾ ഓൾറെഡി ഇക്വലന്റ് സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന സാധനം ആണ്. Therefore I can say that E is equivalent to f is equal to a true ആയതുകൊണ്ട്. d is equal to d ആണല്ലോ, പ്രത്യേകിച്ച് നമ്മൾ നോക്കാനില്ല. d തന്നെയാണ് രണ്ടിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ്. d is equal to d എന്നുള്ളതല്ല, രണ്ടിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് d ആണ് when x is equal to 1. ഓക്കെ, സോ അത് ഓൾറെഡി ട്രൂ ആണ്. പിന്നെ f is equal to a കൂടെ ആകണം നമ്മൾ പറഞ്ഞത് അല്ലെ. സോ അതും ഈക്വൽ ആണ്. Therefore I can easily say that state E എന്ന് പറയുന്നത് is equivalent to state B. അപ്പൊ നമുക്കിപ്പോൾ നിലവിൽ രണ്ട് ഇക്വലന്റ് സ്റ്റേറ്റ്സ് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈയുടെ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റിലേക്ക് പോയി നോക്കാം.
മനസ്സിലായോ? ചെയ്ത് പൊക്കോണം, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് മൊത്തം വായിച്ച് പയ്യെ വരുന്നത്. ഓക്കെ, സോ എഫിന്റെ കഴിഞ്ഞു, ഡിയുടെ കഴിഞ്ഞു. അടുത്ത സ്റ്റേറ്റിലേക്ക് പോവാം, വിച്ച് ഈസ് സ്റ്റേറ്റ് ഡി. ഓക്കെ, സോ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏതാണ്? സ്റ്റേറ്റ് സിയും ഡിയും തമ്മിലുള്ളത്, പിന്നെ ബിയും ഡിയും തമ്മിലുള്ളത്, പിന്നെ എയും ഡിയിലുള്ളത്. ഈ 3 കോമ്പിനേഷൻസ് ആണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് നോക്കണം. ഔട്ട്പുട്ട് ഇവിടെ 0 1, ഇവിടെ 1 1. ഒരിക്കലും ഈക്വൽ ആകാൻ പോകുന്നില്ല. ഇവിടെ 1 0 അപ്പോൾ എപ്പോഴെങ്കിലും ഈക്വൽ ആകാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ? ഇല്ല. അയ്യോ, നമ്മൾ ഈയുടെ നോട്ട് ഇക്വൽ സ്റ്റേറ്റ്സ് എഴുതി വെച്ചില്ല കേട്ടോ, അതും കൂടെ എഴുതി വെക്കാനുണ്ട്. ഈയുടെ അപ്പൊ ഇ വാസ് നോട്ട് ഇക്വലന്റ് ടു ഡി, ഇ വാസ് നോട്ട് ഇക്വലന്റ് ടു സി, ഇ വാസ് ഈക്വൽ ടു ബി അലോൺ, ആൻഡ് ഇ വാസ് നോട്ട് ഇക്വലന്റ് ടു എ. പിന്നെ ഇപ്പൊ കണ്ടുപിടിച്ച സാധനങ്ങള് ഡി ഈസ് നോട്ട് ഇക്വലന്റ് ടു സി, D is not equivalent to B, D is not equivalent to A. ഇത്ര നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ അങ്ങനെ ഡിയുടെ പരിപാടി കഴിയും. ഓക്കെ, ഡിയുടെ ഇക്വലന്റ് സ്റ്റേറ്റ് നമ്മൾക്ക് ഒരു സ്റ്റേറ്റ് പോലും ഇക്വലന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല. ഇപ്പൊ അടുത്ത സ്റ്റേറ്റ് നോക്കാം, അതായത് സ്റ്റേറ്റ് സി അല്ലെ. അപ്പൊ സ്റ്റേറ്റ് സി ടു ബി നോക്കണം, സി ടു എയും കൂടെ നോക്കണം. ഓക്കെ, അപ്പം ഇതിന്റെ ഔട്ട്പുട്ട് നോക്കിക്കേ. ഔട്ട്പുട്ട് എന്താണ്? 1 1 അല്ലെ. സോ മുകളിലത്തെ രണ്ടിന്റെ ഔട്ട്പുട്ട് 1 1 എല്ലായിടത്തും വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. therefore I can say that അത് രണ്ടും ഇക്വലന്റ് അല്ല എന്നുള്ളത് ഒറ്റയടിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. therefore I can, നോൺ ഇക്വലൻസ് എനിക്ക് ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സി ഈസ് നോട്ട് ഇക്വലന്റ് ടു ബി, അതേപോലെ തന്നെ സി ഈസ് നോട്ട് ഇക്വലന്റ് ടു എ. ഇനിയിപ്പോൾ നമ്മളുടെ ലാസ്റ്റ് സ്റ്റേറ്റിലേക്ക് നമ്മൾ പോവാണ്, വിച്ച് ഈസ് ബി. ഒറ്റ പേർ മാത്രമേ നോക്കാനുള്ളൂ. എ ഈസ് ഇക്വലന്റ് ടു ബി ആണോ? ഇവിടെ ഒരിടത്തെ ഔട്ട് എന്താണ്? 0 0. ഇവിടുത്തെ ഔട്ട് എന്താണ്? 1 0. അപ്പം എ എന്ന് പറയുന്നത് ഈസ് നോട്ട് ഇക്വലന്റ് ടു ബി. അപ്പൊ നോട്ട് ഇക്വലന്റ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മളിപ്പോൾ നിലവിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? റെഡ്യൂസ് സ്റ്റേറ്റ് ടേബിൾ വരയ്ക്കാന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് നേരെ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ടേബിൾ അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, സോ പ്രൊഡ്യൂസ് സ്റ്റേറ്റ് ടേബിളിനകത്ത് പ്രസന്റ് സ്റ്റേറ്റ് വരണം, നെക്സ്റ്റ് സ്റ്റേറ്റ് വരണം, അതിന്റെ ഔട്ട്പുട്ട് വരണം. നെക്സ്റ്റ് സ്റ്റേറ്റിൽ എക്സ് ഇസ് ഇക്വൽ ടു 0, എക്സ് ഇസ് ഇക്വൽ ടു 1, ഔട്ട്പുട്ടിലും എക്സ് ഇസ് ഇക്വൽ ടു 0, എക്സ് ഇസ് ഇക്വൽ ടു 1. ഓക്കെ, സോ അപ്പം എഫ് ഇസ് ഇക്വൽ ടു എ അല്ലെ. അതിന്റെ അർത്ഥം എന്താണ്? എഫ് ഇസ് ഇക്വൽ ടു എ. എഫ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ് എനിക്ക് കളയാം. അപ്പൊ മോളിൽ എഫ് വരുന്നിടത്തല്ല എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? എ വെച്ച് റീപ്ലേസ് ചെയ്യാം അല്ലെ. അതേപോലെ അവരോട് കണ്ടുപിടിച്ചായിരുന്നു ഇ ഈസ് നോട്ട് ഇക്വലന്റ് ടു ബി, ഇ ഈസ് ഇക്വലന്റ് ടു ബി. സോ ഈ സ്റ്റേറ്റ് എനിക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പൊ ഇത്രയും സാധനം ഞാനിപ്പോ കളയാനുള്ള സാധനങ്ങളാണ്, ഇയും എഫും അല്ലെ. അപ്പം ഇനിയിപ്പോ ഇ വരുന്നിടത്തല്ല എന്തിട്ട് റീപ്ലേസ് ചെയ്യണം? ബി ഇട്ട് റീപ്ലേസ് ചെയ്യണം. ഇതാണ് നമുക്ക് ഇവിടെ ഇത്രയും സാധനം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് നമ്മളുടെ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ടേബിൾ ആയി. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് ഏതൊക്കെ വരണം? എ, ബി, സി, ഡി വരെ വരും. ഇ, എഫ് നമ്മൾ ഓൾറെഡി ഇക്വലൻസി കാരണം നമ്മൾ എടുത്ത് കളഞ്ഞു. കാരണം ഇ എന്ന് പറയുന്നത് ഓൾറെഡി ബി ആയിട്ട് ഇക്വലാണ് അല്ലെ. അപ്പൊ ബി വെച്ചാൽ മതി, ഈ കളയാം. അപ്പൊ നമ്മൾ ഹയർ ഓർഡർ വരുന്ന സ്റ്റേറ്റ്സ് ആണ് കളയണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കളയുക. പിന്നെ എഫ് വാസ് ഇക്വൽ ടു എ, സോ എഫ് കളയുക. എനെ കളയാൻ പറഞ്ഞ ഹയർ ഓർഡറിൽ വരുന്നത്. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ വരുന്ന സംഭവങ്ങളായിരിക്കും നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എക്സ് ഇസ് ഇക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ബി, സി, ഔട്ട് ടു 1 0. ഇവിടെ ബി വന്നു കഴിഞ്ഞാൽ എഫിന് പകരം നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്? എ വെച്ച് റീപ്ലേസ് ചെയ്യുക. ഡി ഔട്ട്പുട്ട് 0 0. ദെൻ സി വരുന്ന സമയത്ത് ഡിയും ഇക്ക് പകരം എന്ത് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ബി ഔട്ട്പുട്ട് 1 1. ലാസ്റ്റ് ഡി വരുന്ന സമയത്ത് നെക്സ്റ്റ് സ്റ്റേറ്റ് എഫ് വരുന്ന സമയത്ത് അതിനെ എ വെച്ച് റീപ്ലേസ് ചെയ്യുക. ഇ വരുന്ന സമയത്ത് അതിനെ ബി വെച്ച് റീപ്ലേസ് ചെയ്യുക. ഔട്ടിന് വ്യത്യാസമൊന്നും വരുന്നില്ല, 0 1. സോ ബി സി എ ഡി ബി ബി എ ബി 1 0 0 0 0 1 1. ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട്. സോ ഇത് ചെയ്തവർക്കൊക്കെ കിട്ടിയോ?
കിട്ടിയോ? മിന്റു കിട്ടിയോ? മിന്റു കിട്ടിയോ? കിട്ടി മിസ്സേ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇടുക കേട്ടോ, ഹോംവർക്കായിട്ട്. അല്ലെങ്കിൽ ട്യൂട്ടോറിയലായിട്ട് എഴുതാം, അത് മതി, ട്യൂട്ടോറിയലായിട്ട് എഴുതിക്കും കേട്ടോ. കാരണം കഴിഞ്ഞ മൊഡ്യൂളിൽ നിന്ന് ഒരു ട്യൂട്ടോറിയൽ, ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു ട്യൂട്ടോറിയലെങ്കിലും തരട്ടെ. ഇപ്പം ആണെങ്കിൽ ഇപ്പം ഈ ഒരാഴ്ചയും കൂടെ നിങ്ങൾക്ക് സമയം കാണുമല്ലോ, അപ്പം ഇതും കൂടെ എഴുതി ഒരു വെനസ്ഡേയിലേക്ക് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ ട്യൂട്ടോറിയൽ ഞാൻ ഫോട്ടോ എടുത്തങ്ങ് ഇട്ടേക്കാം, ഇവിടെ എഴുതി ഞാൻ വരച്ച സമയം കളയണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ട്യൂട്ടോറിയൽ ഞാൻ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അത് നിങ്ങൾ ചെയ്തിട്ട് വെനസ്ഡേ സബ്മിറ്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസത്തെ ആരും സബ്മിറ്റ് ചെയ്തിട്ടില്ല,